സാഫല്യം. ഇല്ല ദേവേട്ട, ദേവേട്ടനെ മറ്റൊരു പെണ്ണിന്റെ കൂടെ സങ്കല്പിക്കാൻ പോലും എനിക്ക് പറ്റില്ല. ദേവേട്ടൻ എന്നെ ഉപേക്ഷിക്കരുത്. കണ്ണീരോടെ അവൾ അവന്റെ നെഞ്ചിലേക്ക് വീണു. മീനാക്ഷി, ദേ നോക്ക്, നിന്നെ ഞാൻ ഉപേക്ഷിക്കില്ല. മറ്റൊരു പെണ്ണിനെ ഞാൻ ഭാര്യയായി കൊണ്ടുവന്നാലും നിനക്കൊന്നിനും ഒരു കുറവും ഞാൻ വരുത്തില്ല. അപ്പോ ദേവേട്ടൻ ഈ തീരുമാനത്തിൽ നിന്നും മാറില്ല അല്ലേ? നീയും കേൾക്കുന്നതല്ലേ കഴിഞ്ഞ 5 വർഷമായി ഒരു കുഞ്ഞില്ലാത്തതിന്റെ പഴി. ഇനിയും മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെട്ട് ജീവിക്കാൻ വയ്യാത്തത് കൊണ്ടല്ലേ അമ്മ നിർബന്ധിക്കുന്നത്. അതിന് ഡോക്ടർ എനിക്ക് ഒരിക്കലും കുട്ടികൾ ഉണ്ടാവില്ലെന്നൊന്നും വിധി എഴുതിയിട്ടില്ലല്ലോ ദേവേട്ട. മെഡിസിൻ തുടരണം എന്നല്ലേ പറഞ്ഞത്? അതെ, അത് തന്നെ അവർ എന്നും പറയുന്നത്. എന്നിട്ട് ഇതുവരെയും ഒന്നും നടന്നില്ലല്ലോ. ഇനിയും കുറച്ചുകൂടി നമുക്ക് കാത്തിരിക്കാം ദേവേട്ട. ദൈവം തീരുമാനിച്ച സമയമായി കാണില്ല. ദൈവം തീരുമാനിച്ച സമയം എപ്പോഴാണെന്ന് കരുതിയ? കല്യാണി നിന്നെപ്പോലെ തന്നെ ഒരു പാവം പെണ്ണ. അവൾക്കും നിനക്കും ഇവിടെ തുല്യ അവകാശത്തോടെ കഴിയാം. നമുക്കൊരു കുഞ്ഞിന് വേണ്ടിയല്ലേ മീനു? നീ ഒന്ന് സമ്മതിക്ക്. എനിക്ക് പറ്റില്ല ദേവേട്ട. ദേവേട്ടൻ എന്നെ ഉപേക്ഷിക്കരുത്. അവൾക്കത് മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ. നീ വാ, ഇവിടെ വന്നിരിക്കെ. ഞാൻ പറയുന്നത് മുഴുവൻ കേൾക്ക്. നിനക്കുമില്ലേ ഒരു കുഞ്ഞിനെ താലോലിക്കാനുള്ള ആഗ്രഹം? അതുപോലെ എനിക്കും എന്റെ അമ്മയ്ക്കും ഉണ്ട്. ഈ വീട്ടിൽ ഒരു കുഞ്ഞുണ്ടായാൽ അമ്മ നിന്നോട് ഈ കാണിക്കുന്ന ദേഷ്യമൊക്കെ മാറും. നിനക്ക് ഒരു കുറവും ഉണ്ടാകില്ലെന്ന് ഞാനല്ലേ പറയുന്നത്. നീ എന്നെ ഒന്ന് വിശ്വസിക്കും. അവൾക്ക് ഒന്നും പറയാനാകാതെ അവന്റെ നെഞ്ചിൽ തന്നെ കിടന്ന് കരഞ്ഞു. ദേവാ! അമ്മയുടെ വിളി കേട്ടതും അവളെ പിടിച്ചു മാറ്റി ഡോർ തുറന്ന് അവൻ പുറത്തേക്കിറങ്ങി. അപ്പോഴും അവൾ അവിടെ ഇരുന്ന് തേങ്ങുകയായിരുന്നു. എന്തു പറഞ്ഞു അവൾ? അമ്മയുടെ ചോദ്യം കേട്ട് അവനൊന്നും മിണ്ടാതെ നിന്നു. അല്ലേലും മച്ചിയായ അവളുടെ സമ്മതത്തിന് കാത്തു നിന്നാൽ ഒന്നും നടക്കില്ല. നീ വാടാ. അവൻ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ അമ്മയുടെ പിന്നാലെ നടന്നു. ചായയുമായി വന്ന കല്യാണിയെ അവൻ ഒന്ന് നോക്കി പുഞ്ചിരിച്ചു. ഫോട്ടോയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിൽ പിടിച്ചതാണ്. തടി അല്പം കൂടുതലാണോ? അവളുടെ ദേഹത്തുകൂടി അവന്റെ കണ്ണുകൾ ഓടി നടന്നു. അവൾ ഒരു മച്ചിയ, ഒരു കുറവുമില്ലാത്ത. ഇവൻ എത്രയെന്ന് വെച്ചാ അവളുടെ കൂടെ കഴിഞ്ഞ് ജീവിതം മുരടിപ്പിക്കുന്നത്. അത് ശരിയാ, കല്യാണിക്ക് എന്തായാലും ഒരു കുഞ്ഞിന്റെ അമ്മയാവാൻ കഴിയും. അവളുടെ ഭർത്താവ് ആക്സിഡന്റിൽ മരിക്കുമ്പോൾ അവൾ ഗർഭിണിയായിരുന്നു. അത് പിന്നെ ഒരു ഭാരമാവേണ്ടെന്ന് കരുതി വേണ്ടെന്ന് വെച്ചതാ. ദേവൻ അമ്മയെ ഒന്ന് നോക്കി. 2ാം കെട്ടാണെന്ന് അവൻ അപ്പോഴാണ് അറിയുന്നത്. അമ്മേ, അവളുടെ 2ാം കെട്ടാണെന്ന് അമ്മ എന്തേ എന്നോട് പറഞ്ഞില്ല? നിന്റെയും 2ാം കെട്ടല്ലേ? ഇതൊക്കെ ഇത്ര പറയാനുണ്ടോ? എങ്കിൽ അവർ തമ്മിൽ സംസാരിക്കട്ടെ. ദേവൻ അവൾക്ക് പിന്നാലെ പുറത്തേക്ക് നടന്നു. കുറച്ചു നേരത്തെ മൗനത്തിനു ശേഷം അവൾ തന്നെ തുടക്കമിട്ടു. ദേവന് എന്നോടൊന്നും ചോദിക്കാനില്ലേ? അത് കല്യാണിയുടെ വിവാഹം കഴിഞ്ഞത് ഒന്നും ഞാൻ അറിഞ്ഞില്ല. ഭർത്താവ് പോയപ്പോൾ ഇനി ഒരു ജീവിതം വേണ്ടെന്ന് വെച്ചതാ ഞാൻ. ഭർത്താവില്ലാതെ കുഞ്ഞ് വേണ്ടെന്ന തീരുമാനത്തിൽ ഇവരൊക്കെ നിർബന്ധിച്ചപ്പോൾ കുഞ്ഞിനെ അബോർട്ട് ചെയ്തു. പക്ഷെ ഒറ്റയ്ക്ക് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ മടുത്തു. അതാ ഇങ്ങനെ ഒരു വിവാഹത്തിന് സമ്മതിച്ചത്. ഒരു കുഞ്ഞില്ലാത്തതിന്റെ പഴികേട്ട് മടുത്തു. അതാ ഞാനും ഇപ്പൊ ഇങ്ങനെ ഒരു വിവാഹത്തിന്. നിങ്ങളുടെ ഭാര്യയ്ക്ക് നിങ്ങളെ ഒരു കുഞ്ഞിനെ പ്രസവിക്കാനാവില്ല. ദേവന്റെ ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ എനിക്കാവും. അതുകൊണ്ട് നമ്മൾ തമ്മിൽ വിവാഹം ചെയ്യുന്നു. എല്ലാം തുറന്നടിച്ചുള്ള അവളുടെ സംസാരവും അവന് നല്ലപോലെ ബോധിച്ചു. അവളെ നോക്കി അവനൊന്ന് പുഞ്ചിരിച്ചു. എല്ലാം തീരുമാനിക്കുമ്പോഴേക്കും അവർ കണ്ണുകൾ കൊണ്ട് പരസ്പരം സ്വപ്നങ്ങൾ നെയ്യുകയായിരുന്നു. പ്രാണന് തുല്യം സ്നേഹിക്കുന്ന തന്റെ ഭർത്താവിന്റെ കല്യാണക്കാര്യം ചർച്ച ചെയ്യുമ്പോഴെല്ലാം മീനു കിച്ചണിൽ ഭർത്താവിനും അമ്മയ്ക്കുമുള്ള ഭക്ഷണം തയ്യാറാക്കുകയായിരുന്നു. കണ്ണുനീർ ഒഴുകുന്നുണ്ടായിരുന്നു. ആർക്കും അത് കാണാനാവില്ല, ദൈവത്തിനു പോലും. ചെറുപ്പം തൊട്ടേ അച്ഛനും അമ്മയും മരിച്ച 2 പെൺമക്കളെ അമ്മാവൻ വളരെ കഷ്ടപ്പെട്ടാണ് വളർത്തിയത്. 2 പെൺകുട്ടികളെ കെട്ടിച്ചയച്ചതിന്റെ കടം ഇപ്പോഴും അമ്മാവന്റെ തലയിലാണ്. അതിന് അമ്മായിയുടെ വായിൽ ഉള്ളത് എന്നും അമ്മാവൻ കേൾക്കാറുമുണ്ട്. അവർക്ക് 2 പെൺമക്കൾ തന്നെയാണ്. അവരെയും കെട്ടിക്കാറായി. താൻ വീണ്ടും അങ്ങോട്ട് ചെന്നാൽ എന്ത് സംഭവിക്കും എന്ന് അവൾക്ക് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ എല്ലാം സഹിച്ചും ക്ഷമിച്ചും അവൾ കണ്ണീരോടെ കഴിച്ചുകൂട്ടി. ഒരാഴ്ച കൊണ്ട് തന്നെ വിവാഹം ഉറപ്പിച്ചു. ദേവനും പുതിയ ഇണയെ അടുത്തു കിട്ടാനുള്ള തിടുക്കമായിരുന്നു. കല്യാണ ഒരുക്കങ്ങൾ പൂർത്തിയായതോടെ ദേവൻ അവളെ പൂർണ്ണമായും അവഗണിച്ചു. ഓരോന്നായി മുറിയിൽ നിന്ന് എടുത്തു മാറ്റാൻ തുടങ്ങിയതോടെ അവന്റെ മുറിയിൽ നിന്നും അവളും ഇറങ്ങി. അത് നന്നായെന്ന് ദേവൻ കരുതിയുള്ളൂ. അവന്റെ വാക്കുകൾ പോലും അവൾക്ക് മുന്നിൽ പാഴ്വാക്കാണെന്ന് അവൻ തെളിയിച്ചു. ആർക്കും മുഖം കൊടുക്കാതെ അവൾ അടുക്കളയിൽ തന്നെ ഒതുങ്ങിക്കൂടി. മണവാളന്റെ വേഷത്തിൽ എല്ലാമായ തന്റെ ഭർത്താവ് മറ്റൊരു പെണ്ണിനെ സ്വീകരിക്കാൻ ഇറങ്ങുമ്പോൾ അവളുടെ കണ്ണു നിറയുന്നത് അവൻ കണ്ടില്ല. എന്തിനാ ദൈവമേ നീ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നതിന്? ഇതിന് മാത്രം എന്ത് തെറ്റാ ഞാൻ ചെയ്തത്? അവൾ കണ്ണീരോടെ പ്രാർത്ഥിച്ചു. മച്ചിയായ നിന്നെ കണ്ടാൽ തന്നെ അവൻ ഗതി പിടിക്കില്ല. ഇവിടെ നിന്നങ്ങും ഇറങ്ങിയാലുണ്ടല്ലോ
അമ്മയുടെ വാക്കുകൾക്ക് മുൻപിൽ അവൾ കിച്ചണിൽ തന്നെ നിന്നു. നിലവിളക്കം കയ്യിൽ പിടിച്ച് ദേവനൊപ്പം കയറി വരുന്ന കല്യാണിയെ അവൾക്ക് നോക്കാനുള്ള ശക്തി പോലും ഉണ്ടായിരുന്നില്ല. അവർക്ക് കൊടുക്കാനുള്ള പാൽ തിളപ്പിക്കുമ്പോഴും അവളുടെ കണ്ണുകൾ നീർ ഒഴുകിക്കൊണ്ടേയിരുന്നു. ദേവൻ അവളോടൊപ്പം പൊട്ടിച്ചിരിക്കുന്നതും അവൾക്ക് കേൾക്കാമായിരുന്നു. പഴയതിനു പകരം പുതിയ ഒരു ഇണയെ കിട്ടിയതിലുള്ള ചിരി. എല്ലാവരും വയർ നിറച്ച് കഴിച്ചു വെച്ച എച്ചിൽ പാത്രങ്ങൾ കഴുകുമ്പോൾ ദേവൻ തന്റെ പുതിയ ഇണയോടൊപ്പമുള്ള ലഹരിയിലായിരുന്നു. അവരുടെ ആ ചിരിയിൽ അവളുടെ നെഞ്ചു പൊട്ടുന്നത് പോലെ തോന്നി. ഇന്ന് ആ അമ്പല നട കയറിയതിന്റെയാവും. നീ ആ കുഴമ്പൊന്നെടുത്ത് തേച്ചുതാ. അമ്മ മീനുവിന്റെ മുൻപിൽ കാൽ നീട്ടിയിരുന്നു. തന്റെ അമ്മയായി കണ്ട് ഇന്ന് വരെ എല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇന്നെന്തോ അവൾക്ക് അവരോട് വെറുപ്പായിരുന്നു. വെറും ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ മാത്രം ആകണ്ട, ഇനി മുതൽ അതും പുതിയ മരുമകളെ കൊണ്ട് ചെയ്യിച്ചാൽ മതി. അവൾ പ്രസവിക്കാൻ കഴിവുള്ള പെണ്ണ, അല്ലാതെ നിന്നെപ്പോലെ ഒന്നിനും കൊള്ളാത്തവളല്ല. അല്ലെങ്കിലും നീ ഇപ്പോൾ അവന്റെ ഭാര്യ ആയിട്ടല്ല, ഈ വീട്ടിലെ അടുക്കളക്കാരിയായിട്ടാ ഞങ്ങളിവിടെ കാണുന്നത്. ശരിയാണ്, എനിക്കിപ്പോൾ ആ സ്ഥാനം മാത്രമാണുള്ളത്. അവളുടെ കാലിൽ കുഴമ്പിട്ട് അവൾ നേരം വൈകിയാണ് കിടക്കാൻ ചെന്നത്. കിച്ചണിനോട് ചേർന്നുള്ള മുറിയിൽ ആണ് ഇപ്പോൾ അവളുടെ കിടപ്പ്. കണ്ണീരോടെ അവൾ ദേവനോടൊപ്പമുള്ള നിമിഷങ്ങൾ ഓർത്തു കിടക്കുമ്പോൾ ദേവൻ അവിടെ മധുവിധുവിലുള്ള മയക്കത്തിലായിരുന്നു. ഉച്ചയോടെ അടുത്താണ് അവർ എണീറ്റത്. അവൾ തുണി അണക്കാനിടുമ്പോൾ രണ്ടാളും റെഡിയായി പുറത്തേക്കിറങ്ങുന്നത് കണ്ടു.